നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം കൊടുത്തിരുന്നു. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് അയക്കുന്നു. എന്താണ് അതിലെ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം, ഒരു നിയമാവലിയാണ്. അപ്പോൾ അതാത് പാർട്ടികൾക്ക് കിട്ടി. BJPക്കും ആ നോട്ടീസ് കിട്ടി. അവർ അവരുടെ സീലടിച്ച് അത് റിസീവ്ഡ് ആക്കി. അതിനുശേഷം അവരുടെ നേതാക്കളും മറ്റുമൊക്കെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഇതിൽ കുറേ കൂടി വ്യക്തത ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഈ കിട്ടിയ നോട്ടീസ്, അതായത് അപ്പോഴേക്കും അതിൽ BJPയുടെ സീലായി, ആ കിട്ടിയ നോട്ടീസുമായിട്ട് അവർ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു അപേക്ഷയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സമർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വാങ്ങി വെക്കുന്നു. ഓർക്കുക, ഇത് 2019 നടന്നതാണ്. ഇപ്പോൾ നടന്നത് പോലുമല്ല, 2019 നടന്നതാണ്. അപ്പോൾ അന്ന് വാങ്ങിവെച്ച ഈ നോട്ടീസ് വർഷങ്ങൾക്ക് ശേഷം 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ കാര്യം തന്നെ, അതായത് സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളും നിയമാവലികളും ഓരോ പാർട്ടിക്കാരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ടീസ് വീണ്ടും അയക്കണമല്ലോ. അപ്പോൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള നോട്ടീസാണ് അയക്കേണ്ടിയിരുന്നത്. അതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയ്ത പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപേക്ഷയുടെ കൂടെ കൊടുത്തിരുന്ന BJP കൊടുത്തിരുന്ന ഈ BJPയുടെ സീല് വെച്ച ഈ നോട്ടീസ് എടുത്തിട്ട് അതിൻ്റെ കോപ്പികൾ എടുത്തിട്ടാണ് സകല പാർട്ടിക്കും അയച്ചു കൊടുത്തത്. അതാണ് വിവാദത്തിലായത്. അതാണ് BJPയുടെ സീല്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് BJPയുടെ സീൽ എന്ന രീതിയിൽ വലിയ ഒച്ചപ്പാടും ബഹളവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത തന്നെ തകർക്കുന്ന തരത്തിൽ അത് ഒരു ചർച്ചയായത്. സത്യത്തിൽ ഇതൊരു അശ്രദ്ധയാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ, ഇത് രണ്ടിലേതാണെങ്കിലും ആ ആൾ പിന്നെ അവിടെ ജോലി ചെയ്യാൻ ഒട്ടും അർഹനല്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും 5 പൈസയ്ക്ക് ബുദ്ധിയുള്ള ഒരു പാർട്ടി ചെയ്യുന്ന പരിപാടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ സീലടിച്ച് വിടുമോ? അതും ഈ സോഷ്യൽ മീഡിയ കാലത്ത്. BJPയെ പോലെ പാർട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നത് എന്ന് മനസ്സിലായില്ലേ? 2019 ഇവർക്ക് കിട്ടിയ നോട്ടീസ് അവർ പിന്നീട് ഒരു അപേക്ഷയായിട്ട് ഈ സാധനം തിരിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാങ്ങിവെച്ച് അത് അവർ സൂക്ഷിച്ചിരുന്ന സാധനം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓരോ പാർട്ടിക്കും ഈ നോട്ടീസ് കൊടുക്കേണ്ട സ്ഥാനത്തിന് പുതിയതായിട്ട് ഒരെണ്ണം തയ്യാറാക്കി അയക്കേണ്ടതിന് പകരം മേശവലിപ്പിലിരുന്ന ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് അയക്കുകയാണ് ചെയ്തത് ആരാണ് എന്നറിയണ്ടേ? ജയ്സൽ P. അസീസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ആയിരിക്കില്ല. അയാളിൽ SFI ബന്ധവും DYFI ബന്ധവും ഒക്കെ ഇപ്പോൾ BJPയുടെ നേതാവ് S. സുരേഷ് ആരോപിക്കുന്നുണ്ട്. അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അന്വേഷണ വിധേയമായി ഈ ജയ്സൽ P. അസീസ് എന്ന വ്യക്തിയെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ആ കാര്യം പറയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കയറിയിരുന്നുകൊണ്ട് ഇത്രയും കാണിക്കാനുള്ള ധൈര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആർക്കായിരിക്കും ആ തൻ്റെ ഇടം കാണിച്ചത്? തീർച്ചയായിട്ടും ജയ്സൽ P. അസീസ് എന്ന് പറഞ്ഞ ഈ നാമധാരിയായിട്ടുള്ള സുഡാപ്പി തന്നെയായിരിക്കണം അത്. അയാൾ ഒരുപക്ഷെ വളർന്ന് അവിടം വരെ എത്തിയത് SFIയിലൂടെയും DYFIയിലൂടെയൊക്കെ ആയിരിക്കാം. പക്ഷേ ചിന്താഗതിയും മനസ്സും വേറെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ തോന്നിവാസം കാണിച്ചു വെച്ചത്. ഇനി ആദ്യപടിയായിട്ട് സസ്പെൻഷൻ കിട്ടി, ഇനി ഡിസ്മിസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ട് വല്ല തൊഴിലുറപ്പിന് പോയാലും അവിടെ നിന്നുകൊണ്ട് തിരിച്ചു കയറാൻ വേണ്ടി കോടതിയിൽ പോയാൽ പോലും അയാൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരില്ല ഇതിൽ. കാരണം കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ചൊരു സംഗതിയാണിത്. ഒരിക്കലും പാടില്ലാത്ത ഒരു അശ്രദ്ധ. അതാണ് ഇവിടെ ചെയ്തു വെച്ചത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയൊക്കെ എത്രമാത്രം സംശയത്തോടെ നോക്കിക്കണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ബോധമുള്ള ഒരു പാർട്ടിയും ചെയ്യുന്നതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസിൽ അവരുടെ സീലടിച്ചിട്ട് എല്ലാ പാർട്ടിക്കാർക്കും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യമെന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പാർട്ടിയും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് എങ്ങനെയാണിത് വന്നത് എന്ന് അന്വേഷണ വിധേയമായി ആദ്യം തന്നെ അത് ചെയ്ത ആൾ, അതായത് ജയ്സൽ P. അസീസ് എന്ന് പറഞ്ഞ ആ മുതലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഈ മുതലിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നോക്കിയിട്ട് ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. ഇത് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരും ഇയാളുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല. പക്ഷേ അയാൾ ഇപ്പോൾ നിലവിൽ നിയമമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് S. സുരേഷ് ആരോപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഫോട്ടോ ആരെങ്കിലും എടുക്കുകയും വീഡിയോ എടുക്കുകയും വലിയ താമസമില്ലാതെ നമുക്ക് ഈ മുതലിനെ കാണാനും പറ്റും. ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതും നിരവധി ആരോപണങ്ങളൊക്കെ അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട് അവരയച്ച ഒരു നോട്ടീസിനകത്ത് BJPയുടെ സീല് എന്ന് പറയുമ്പോൾ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള എത്രയോ ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അശ്രദ്ധ, അത് അയാളെ അശ്രദ്ധ എന്നല്ലേ അയാൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബോധപൂർവമായിട്ടാണ് ഒരു പക്ഷേ ചെയ്തു വെച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ചൈനയിലൊന്നും ഇലക്ഷൻ ഇല്ല. പക്ഷേ ഇലക്ഷനുള്ള മറ്റു ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ ഇയാളെ എങ്ങനെയായിരിക്കും ഇനി ഈ ഇലക്ഷൻ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അയാൾക്ക് ഈ രീതിയിൽ തിരിച്ച് അവിടേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ
ഒരു കൃത്യമാണ് അയാൾ അവിടെ ചെയ്തു വെച്ചത്. അയാൾക്ക് ഇനി മറ്റ് പണികൾ തന്നെ തേടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്.